ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബോക്സ് ടൈപ്പ് ആലുവ അടുപ്പുകളാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് ഗ്രൗട്ട് സ്ലാബിൽ ഒഴിക്കണം. ഇങ്ങനെ ഒഴിക്കുന്നത് സിമൻറ്റ് നല്ലതിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്ലാബിൽ നമ്മൾ അടുപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നിർബന്ധമായിട്ടും ഗ്രൗട്ട് കലക്കി ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മളിടുന്ന സിമൻറ്റ് അതിൽ പിടിക്കും. മറ്റേത് കുറേ കഴിയുമ്പോൾ നമ്മൾ പൊളിഞ്ഞു പോകും. ഇനി നമ്മൾ അടുപ്പിൻ്റെ സ്കെച്ച് വരക്കാൻ വേണ്ടിയിട്ട് പരിക്കനൊന്ന് ലെവലാക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് അടുപ്പ് വെക്കുന്ന ലെയർ മാത്രം നമുക്ക് വരക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എല്ലാ അരികും ക്ലിയർ ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് സെറ്റ് എടുത്ത് വെക്കാം. എല്ലാ ഭാഗവും നോക്കി ക്ലിയർ ചെയ്ത് ഇനി നമുക്ക് അടുപ്പിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ നോക്കാം. ബോക്സ് ടൈപ്പ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരയ്ക്കണം. സ്കെയിൽ വെച്ച് നല്ല കറക്റ്റായിട്ട് ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വരക്കണം. ഇനി നമുക്ക് റൗണ്ട് വരക്കാം. ഇത് നമുക്ക് കറക്റ്റ് സെൻറ്ററിലാണ് പൈപ്പ് വെക്കുന്നതെങ്കിൽ കറക്റ്റ് ഇതായിരിക്കും. നമുക്ക് സൈഡ് പൈപ്പാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വരക്കേണ്ടതുണ്ട് കേട്ടോ. പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ്. സ്കെച്ച് വരക്കുന്നതൊക്കെ കണ്ടുപഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് അടുപ്പുണ്ടാക്കാം. സ്വന്തമായിട്ടൊക്കെ അടുപ്പ് നിർമ്മിക്കാൻ പറ്റും. പിന്നെ കുറേ ഭാഗങ്ങളുണ്ട് പഠിക്കാൻ. അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ ഓരോന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പോകുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ആ സ്കെച്ചിന് കറക്റ്റായിട്ട് ബ്രിക്ക് വെച്ച് നിരത്തി ബ്രിക്കിലെല്ലാ സ്ഥലത്തും നല്ല വൃത്തിയിൽ പരിക്കനൊക്കെ ഇട്ട് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ ചൂടൊക്കെ തട്ടുമ്പോൾ ഗ്യാപ്പൊക്കെ വന്ന് ഫില്ല് ചെയ്തൊക്കെ അടന്ന് വീണ് പോകും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ബ്രിക്ക് എപ്പോഴും നല്ല നനവിൽ കെട്ടണം. എല്ലാ ഭാഗവും നല്ല ക്ലിയറായി ബ്രിക്കൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ചെയ്ത്. സ്ട്രോങ് സിമൻറ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഓവർ സ്ട്രോങ് ഉപയോഗിക്കുകയേ ചെയ്യരുത്. കാരണം ഓവർ